മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന ബേലൂർ മഖ്നയെ വെടിവെക്കാനുള്ള ദൗത്യത്തിന് കർണാടക വനം വകുപ്പും കർണാടക CCFന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം കാട്ടിക്കുളം ബേഗൂരിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ചേരുകയാണ്. ഇർഫാൻ, ഇപ്പോൾ കേരളത്തിനൊപ്പം കർണാടക സർക്കാരും അണിചേരുകയാണ്. ഇപ്പോൾ സമയം 5:33 കഴിയുകയാണ്. ഇനിയും വെടിവെക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണോ? ഏതായാലും ഇന്നത്തെ മയക്ക് വെടിവെക്കുന്ന ദൗത്യം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. എനിക്ക് തൊട്ടുപിന്നിലായി കാണുന്ന കുങ്കിയാനകളാണ്. ഭരത്തും സൂര്യനും അതോടൊപ്പം തന്നെ വിക്രമും കോന്നി സുരേന്ദ്രനും വരിവരിയായി പോകുന്ന കാഴ്ചയാണ്. ഇന്നത്തെ കുങ്കിയാനകളെ കൊണ്ടുള്ള ദൗത്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 പേരും വരിവരിയായി അവിടെ കൂടുകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവിടെ കെട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും മയക്കുവെടി വെക്കുന്ന ഇന്നത്തെ ദൗത്യം ഏകദേശം അവസാനിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇനി നാളെ അതിരാവിലെ തന്നെ വീണ്ടും കുങ്കിയാനകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് മഗ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മോഴയാന തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ മോഴയാനയുടെ സാന്നിധ്യം വീണ്ടും വെല്ലുവിളി സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കുറ്റിക്കാടുകൾ നിറഞ്ഞ ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും മഗ്ന ഉള്ളത് എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ 4 ആനകളും വരിവരിയായി പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ദൗത്യം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മയക്കുവെടി വെക്കാനുള്ള ദൗത്യം മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിരീക്ഷണവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ശക്തമായി തന്നെ തുടരും. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. അവർ തിരികെ പോകുന്നൊരു കാഴ്ച, കുങ്കിയാനകൾ 4 തിരികെ പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. മാത്രമല്ല, കർണാടക CCFന്റെയും അതോടൊപ്പം തന്നെ ബന്ദിപ്പൂർ CFന്റെയും നേതൃത്വത്തിലുള്ള 20 അംഗ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ 20 സംഘവും കേരള ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇവർ ഒരുമിച്ചാണ് ഈ സംയുക്തമായി തന്നെയാണ് ഇപ്പോഴും ഒരു തിരച്ചിൽ നടത്തുന്നത്. ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ പ്രാദേശിക വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ടും അവർ ഇപ്പോൾ ഒരു ദൗത്യസംഘം, സംയുക്തമായ ഒരു ദൗത്യസംഘം രൂപീകരിക്കുകയും ആ ദൗത്യസംഘം ഒരു തിരച്ചിൽ നിരീക്ഷണവും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളെ അതിരാവിലെ വീണ്ടും ഈ നിരീക്ഷണം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവണി. ശരി, മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൗത്യത്തിനൊപ്പം ഇപ്പോൾ കർണാടക വനം വകുപ്പും ചേരുകയാണ്. കർണാടക CCFന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം കാട്ടിക്കുളം ബേഗൂരിലെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഇർഫാൻ നൽകിയത്.